അവരെ മാക്സിമം അവർ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്കിതുവരെ റിസൾട്ടൊന്നും കിട്ടിയിട്ടില്ല. അവർ നല്ലോണം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി പുതിയ IG വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലൊരു വിശ്വാസമുണ്ട്. അപ്പം അവരെ നല്ലോണം മോണിറ്റർ ചെയ്തിട്ട് മീൻസ് അവരെ ഇതുവരെ മോണിറ്റർ ചെയ്യാൻ മുന്നത്തെ ഒരു IG ഉണ്ടായിരുന്നു. അവർ പോയി ഇപ്പോൾ പുതിയൊരു IG ആണ് വന്നത്. അപ്പോൾ അവർ നല്ല സിൻസിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥയാണ്. നമുക്ക് നല്ല വിശ്വാസമുണ്ട്. ഇനി ബെറ്റർ ആയിട്ട് ഇനി അങ്ങോട്ടേക്ക് നടക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. അതവരെ അന്വേഷണത്തിൻ്റെ കുറച്ച് കാര്യങ്ങളായിരുന്നു. അപ്പോൾ നമുക്കത് കോൺഫിഡൻഷ്യൽ ആയിട്ടുണ്ട്, അത് പറയാൻ പറ്റില്ല. ഈ അന്വേഷണം വേഗത്തിലാക്കണമെന്ന് ആവശ്യം മുഖ്യമന്ത്രിയെ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. അത് എപ്പോഴാണെന്നുള്ളത് നമ്മൾ കൺഫേം ആക്കിയിട്ടില്ല. എന്തായാലും പെട്ടെന്ന് കാണും. അതായത് നമുക്ക് ക്ലാരിറ്റി ആയിട്ട് നമുക്കൊന്നും കിട്ടിയിട്ടില്ല. അവർ കോൺഫിഡൻഷ്യൽ ആയിട്ടാണ് വെക്കുന്നത്. അവരെ അന്വേഷണം അവർ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇപ്പം എന്ത് പറ്റിയെന്നുള്ളതിനുള്ള ഒരു വിവരവും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പം ഇനി അത് മുന്നോട്ടേക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ട് പുതിയ IG വന്നതുകൊണ്ട്. നമ്മൾ തീരുമാനിച്ചിട്ടില്ല, എന്തായാലും കാണുന്നുണ്ട്. നമ്മളിപ്പം SP നമ്മൾ നേരത്തെ ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടാണ് നമ്മൾ SP കാണാൻ വന്നത്. കാരണം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൊക്കെ ഒരു വാർത്ത വന്നിരുന്നു, നിലവിലുള്ള ആ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ മാറ്റിയിട്ടുണ്ടെന്നൊക്കെയുള്ള, അതായത് ആളുകളെ കൂട്ടിയെന്നൊക്കെ, അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള പിന്നെ അതിന് വേണ്ടിയിട്ടാണ്, അതിൻ്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടിയിട്ടാണ് മാമി തിരോധാന ആക്ഷൻ കമ്മിറ്റി അതുപോലെ തന്നെ കുടുംബവും ഇന്ന് ഇവിടെ വന്നത്. ഞങ്ങളിപ്പോൾ മണിക്കൂറുകളോളം SP ആയിട്ടും അതുപോലെ തന്നെ ഈ കേസ് അന്വേഷണത്തിലുള്ള മറ്റ് ടീമംഗങ്ങളായിട്ട് DYSP അതുപോലെ തന്നെ മറ്റു ഉദ്യോഗസ്ഥരൊക്കെ ആയിട്ട് ഞങ്ങൾ സംസാരിച്ചു. ഞങ്ങൾ പല കാര്യങ്ങളും പുതുതായിട്ടുള്ള പല കാര്യങ്ങളും അവരുടെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ആദ്യഘട്ടത്തിലുള്ള ചില പോരായ്മകൾ വീണ്ടും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പം വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നേരത്തെ IG പ്രകാശ് സാറായ സമയത്ത്, പ്രകാശ് സാറിൻ്റെ ഒരു ക്യാമ്പ് ഓഫീസ് ഇവിടെ തന്നെ ആയ സമയത്ത് നിരന്തരം ദിവസം ഈ കേസുമായിട്ട് ബന്ധപ്പെടാറുണ്ടായിരുന്നു. ഇപ്പം IG നമ്മുടെ അജിത ബീഗാണ്. അപ്പോൾ അതേപോലെ തന്നെ അജിത ബീഗം ഡെയിലിയും ഈ കേസുമായിട്ട് SP ആയിട്ട് ബന്ധപ്പെടുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് പിന്നെ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തൊരു കേസിൽ അവർ ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ സമയത്തുള്ളൊരു നമുക്കുള്ളൊരു വിഷമം എന്താണെന്ന് പറഞ്ഞാൽ, കേസ് ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ മറ്റു പല മേഖലകളിൽ നിന്നും ഈ കേസിനെ മിസ്ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള വാർത്തകൾ പടച്ച് വിടുന്നുണ്ട്. അവിടുന്ന് ചില ആൾക്കാരുടെ വെളിപ്പെടുത്തലുകൾ, ആ വെളിപ്പെടുത്തലുകൾ വഴി ഇവിടെ ഒരു പോയിന്റിലേക്ക് ക്രൈംബ്രാഞ്ച് അന്വേഷണം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആ തരത്തിലുള്ള വെളിപ്പെടുത്തൽ പല സ്ഥലത്തുനിന്ന് വരിക. ആ വെളിപ്പെടുത്തലിന് പുറകെ പോകുമ്പോൾ ക്രൈംബ്രാഞ്ചിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അതിലുണ്ടാവുന്നില്ല. ഇപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ ഓരോരുത്തർ വെളിപ്പെടുത്തുന്നുണ്ട്. അതിലൊക്കെയുള്ള അവരുടെയൊക്കെ ആ വെളിപ്പെടുത്തലിനൊക്കെ ചേതോവികാരം എന്താണെന്ന് പോലും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഇത് മാമി കേസിൻ്റെ ആദ്യഘട്ടം മുതൽ അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടം മുതൽ ഈ കേസ് മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പല കഥകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കഥകൾ ഉണ്ടാക്കുന്ന ഒരു ടീം ഇപ്പോഴുണ്ട്. അതൊന്നും ഇപ്പം തന്നെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഇപ്പോൾ അതൊന്നും മുഖവിലക്കെടുക്കുകയോ ചെവികൊള്ളുകയോ ചെയ്യാതെ അത് അന്വേഷണത്തെ ഭാഗമായിട്ട് അവർ നോക്കുന്നല്ലാതെ അവരൊരു പോയിന്റിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെന്നാണ് ഞങ്ങൾക്കിപ്പം മനസ്സിലായത്. ഞങ്ങളിപ്പം ഇതിലുള്ള മറ്റുള്ള കാര്യം നിങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ പല കാര്യങ്ങളും ഈ കേസിൽ ഒരു ബാഹ്യശക്തികളുടെ ഇടപെടലുണ്ടെന്ന് ഞങ്ങൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഇടപെടൽ ഇപ്പോഴും പലതരത്തിലും പല മേഖലകളിൽ നിന്നും നടക്കുന്നുണ്ട്. അത് ഇങ്ങനെ വെളിപ്പെടുത്തലിൻ്റെ ഭാഗമായിട്ടാവാം, ചില മുമ്പ് കാലങ്ങളിൽ ഉദ്യോഗസ്ഥരെ മിസ്ലീഡ് ചെയ്ത കാര്യത്തിലാവാം, അങ്ങനെ പല കാര്യവും നടക്കുന്നുണ്ട്. ഞങ്ങളേതായാലും ഇപ്പം മറ്റൊരു പ്രതീക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ കേസ് അന്ന് നിയമസഭയിൽ എത്തിയത് മുതലും ഈ ഞങ്ങളെ പിന്നെ സർക്കാരായിട്ട് ബന്ധപ്പെടുന്നത് മുതലും ബന്ധപ്പെട്ട ഒരാളാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവും ഇന്നത്തെ മുഖ്യമന്ത്രിയുമായ ബഹുമാനപ്പെട്ട VD സതീശൻ സാറിന് ഈ കേസിനെ പറ്റി കാര്യങ്ങളല്ല അറിയാം, ഇതെന്താണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത ദിവസം തന്നെ കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും പോകുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ആഭ്യന്തരമന്ത്രിയെയും അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെയും ഞങ്ങൾ കാണാൻ ശ്രമിക്കുന്നുണ്ട്. അതിനുള്ള ഇപ്പോൾ അടുത്ത ദിവസം ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയിട്ട് അവരെ കാണാനുള്ള ഒരു പ്ലാൻ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്.